സംഘശക്തി തെളിയിച്ച് കർണാടകയിലെ യദ്ഗിറിൽ RSS പഥസഞ്ചലനം. ഹൈക്കോടതി അനുമതിയോടെയാണ് പഥസഞ്ചലനം നടക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പഥസഞ്ചലനം തടയുന്നതിനായി കർണാടക സർക്കാർ പല അടവുകളും പയറ്റിയതാണ്. പക്ഷേ കോടതി വിധി അനുകൂലമാകുകയായിരുന്നു. ഹൈക്കോടതിയുടെ അനുമതിയോടെ ഇപ്പോൾ കർണാടകയിലെ യദ്ഗിറിൽ RSS പഥസഞ്ചലനം പുരോഗമിക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? യദ്ഗിരിയിൽ ഇപ്പോൾ RSS പഥസഞ്ചലനം പുരോഗമിക്കുകയാണ്. നേരത്തെ ഈ പഥസഞ്ചലനവുമായി ബന്ധപ്പെട്ട് അനുമതി തേടിയ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു. മറ്റൊരു സംഘടനയും സമാനമായ രീതിയിൽ ഇന്നിപ്പോൾ പ്രകടനങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മറ്റ് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ RSS പഥസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചിരുന്നത്. എന്നാൽ സ്വയം സേവകർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് കർണാടക ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് RSS പഥസഞ്ചലനം നടത്താൻ വേണ്ടി അനുമതി നൽകിയത്. അതിന് മുന്നോടിയായി തന്നെ കോടതി കൃത്യമായി സർക്കാരിനോട് ഇത് സംബന്ധിച്ച് കൃത്യമായ സമയം മാറ്റി നൽകുവാനും, അതായത് രണ്ട് സംഘടനകൾക്ക് വ്യത്യസ്ത സമയം നൽകുവാനും, ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കുവാനും, സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ പോലീസിനെ അടക്കം അവിടെ നിയമിക്കുവാനും വേണ്ടിയുള്ള ഉത്തരവ് നൽകിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അനുമതി നൽകിയ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ RSS പഥസഞ്ചലനം പുരോഗമിക്കുകയാണ്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.